ഇന്ന് കർക്കിടകം 16. മാടായിലും പരിസര പ്രദേശങ്ങളിലും മാരിത്തെയ്യങ്ങൾ വന്നെത്തുന്ന ദിവസം. എല്ലാ വർഷവും കർക്കിടകം 16-ന് മാരിത്തെയ്യങ്ങൾ വീടുകൾ തോറും വന്നെത്തും. നാടിനെയും നാട്ടുകാരെയും ബാധിച്ച ശനി ഒഴിപ്പിച്ച് നാടിനെ സമ്പൽ സമൃദ്ധമാക്കുക എന്നതാണ് മാരിത്തെയ്യങ്ങളുടെ വരവിൻ്റെ പ്രധാന ഉദ്ദേശം. മാരിത്തെയ്യങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ എന്തെന്നാൽ, ഒരു മുറത്തിൽ കൊടിയില വെച്ചതിനു ശേഷം അതിൽ അവൽ, പൊരി, അരി, തേങ്ങ എന്നിവയാണ് വയ്ക്കുന്നത്. അതുകൂടാതെ തന്നെ 2 പാത്രങ്ങളിലായി 2 തരം വെള്ളങ്ങൾ കൂടി കലക്കി വെക്കും. അതിൽ ഒന്നിൽ വെണ്ണീർ അഥവാ ചാരം കലക്കിയ വെള്ളവും മറ്റൊരു പാത്രത്തിൽ നൂറ് അഥവാ ചുണ്ണാമ്പും മഞ്ഞളും കൂടി കലക്കി ചുവന്ന നിറത്തിലുള്ള വെള്ളവും വെക്കും. അതുകൂടാതെ തന്നെ ഈ 2 പാത്രങ്ങളിലായി ഒരു ചെടിയുടെ തണ്ടും കൂടി വയ്ക്കും. സാധാരണയായി നിച്ചൽ എന്ന കാട്ടുചെടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നിച്ചൽ എവിടെയും കിട്ടാതില്ലാത്തതിനാൽ തന്നെ പകരം തുളസിയുടെ കമ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നീട് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കും. ഒരു പ്രത്യേക സമുദായക്കാരാണ് ഈ ആചാരങ്ങൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. മാരിത്തെയ്യങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതും നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്ന അറിവും എന്തെന്നാൽ, കർക്കിടകം ആരംഭിക്കുമ്പോൾ തന്നെ ആത്മാക്കൾ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നും കർക്കിടകം 16 മാരിത്തെയ്യങ്ങളുടെ വരവോടുകൂടി ഇവർ ഭൂമിയിൽ നിന്ന് പോകുമെന്നാണ് നമ്മുടെ അമ്മൂമ്മമാർ നമുക്ക് പറഞ്ഞു തന്ന കഥ. വീടിൽ കർക്കിടകം 16-ന് തെയ്യങ്ങൾ ആടിയതിനു ശേഷം 2-ാമത്തെ ദിവസം സമുദായ കുളത്തിൽ വെച്ച് ആടിയാണ് തെയ്യം അവസാനിക്കുന്നത്.